നമ്മൾ മലയാളികളുടെ അഭിമാനമായ നിഹാൽ സരീനും സാക്ഷാൽ മാഗ്നസ് കാൾസനും ഏറ്റുമുട്ടിയ ഒരു ഓൺലൈൻ ബ്ലിറ്റ്സ് ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്ന കാൾസനും ബ്ലാക്ക് കളിക്കുന്നത് നിഹാലുമാണ്. ഇവിടെ കാൾസൺ തുടങ്ങുന്നത് E4 വെച്ചാണ്. നിഹാൽ E5 കളിക്കുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. അപ്പോൾ റൂയിലോപ്പസ് ഓപ്പണിങ്ങിനാണ് ഇവിടെ കാൾസൺ പോകുന്നത്. A6 കളിച്ച് ബിഷപ്പിനെ ഓടിക്കുന്നു. ബിഷപ്പ് A4 പോകുന്നു. നൈറ്റ് F6 കളിച്ച് ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. കാൾസൺ D3 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. D6, C4 കളിച്ച് മാക്സിമം സെൻട്രൽ കൺട്രോൾ വരാൻ ഇവിടെ കാൾസൺ ശ്രമിക്കുന്നു. നിഹാൽ G6 കളിച്ചു. ഇതിൻ്റെ ഐഡിയ ബിഷപ്പ് G7 കളിച്ച് ക്യാൻസൽ ചെയ്യാനാണ്. H3 കളിച്ചു. ഇതിൻ്റെ ഐഡിയ എന്താണ്? ബിഷപ്പ് G4 തടയാൻ വേണ്ടിയിട്ടാണ്. ബിഷപ്പ് G7 കളിക്കുന്നു നിഹാൽ. കാൾസൺ നൈറ്റ് C3. നിഹാൽ ക്യാൻസൽ ചെയ്യുന്നു, കാൾസനും ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും പീസുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. നിഹാൽ ഇനി ഈ നൈറ്റിനെ കുറച്ചും കൂടെ നല്ല സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നൈറ്റ് D7 കളിക്കുന്നു. ഭാവിയിൽ ഇതുപോലത്തെ C5 പോലത്തെ നല്ല സ്ക്വയറിലേക്ക് നിഹാലിന് തന്നെ നൈറ്റിനെ കൊണ്ടുവരാം. ബിഷപ്പ് E3 കളിക്കുന്നു. നിഹാൽ ഇവിടെ കളിക്കുന്നത് നൈറ്റിന് D4 കളിക്കുന്നു. അപ്പോൾ ഈ നൈറ്റ് ഇവിടെ നല്ല സ്ട്രോങ് പൊസിഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ബിഷപ്പിൻ്റെ ഒരു ഡയഗണൽ പരമാവധി ഉപയോഗിക്കുകയാണ് ഇവിടെ നിഹാൽ. കാൾസൺ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. കാരണം ഈ സെൻറ്ററിൽ ഇരിക്കുന്ന നൈറ്റ് വളരെ പവർഫുൾ ആണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. നിഹാൽ തിരിച്ചു വെട്ടുന്നു. ഈ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ കാൾസൺ ഈ നൈറ്റിനെ രക്ഷിക്കുന്നതിന് പകരം ബിഷപ്പ് വെച്ച് ആദ്യം ഈ നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ നിഹാൽ എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ ഈ ഒരു ബിഷപ്പ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ ക്യൂൻ വെച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ബിഷപ്പ് വെച്ചെടുക്കുന്നതിന് പകരം ആദ്യം പോൺ വെച്ച് നൈറ്റിനെ എടുത്തു. എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് എടുത്തത്? ഇവിടെ കാൾസൺ എന്ത് ചെയ്യുന്നു? കാൾസൺ ഇവിടെ ബിഷപ്പ് വെച്ച് ബിഷപ്പ് എടുക്കുന്നു. ഇത് ചെറിയൊരു ഇന്നാക്രസിയാണ്. കാരണം എന്താണ്? ഇവിടെ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി ഇവിടെ നിഹാലിനെ വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിഹാലിന് ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് മൂവ് കിട്ടുന്നതാണ്. പോൺ വെച്ച് പോണിനെ എടുത്ത് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ ബിഷപ്പിനെ ഇപ്പം രക്ഷിക്കാൻ ഇവിടെ സമയമില്ല. അപ്പോൾ എന്തായാലും ഒരു മൂവ് ഇവിടെ കളിച്ചേ പറ്റൂ ഇവിടെ കാൾസന് അതുകൊണ്ട് റൂക്ക് B1 കളിക്കുന്നു. ഇനിയാണ് നിഹാൽ ആ പീസിനെ വെട്ടിയെടുക്കുന്നത്. D4 കളിക്കുന്നു ഇവിടെ കാൾസൺ. അപ്പോൾ ഈ ഒരു ബിഷപ്പിനെ ഡയഗണൽ അടച്ചു കളയാൻ വേണ്ടിയാണ് D4 കളിക്കണം. നിഹാൽ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ് ഈ ഒരു പോണിലേക്ക് ഈ ഒരു ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഇതാണ് നിഹാലിൻ്റെ ഇപ്പോഴും ഐഡിയ. റൂക്ക് വെച്ച് പോണിനെ എടുക്കുന്നു. അപ്പോൾ ത്രെട്ട് ഇതിലേക്കാണ്. പക്ഷെ നിഹാലിന് പേടിയില്ല. പോൺ വെച്ച് എടുക്കുന്നു. ഈ പോണിനെ എടുത്താൽ ഈ പോണിനെ എടുക്കുക എന്നുള്ള രീതിയിൽ. റൂക്ക് ടേക്സ് B7, റൂക്ക് ടേക്സ് C4. ക്യൂവിനെ B3 കളിച്ച് ഈ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. റൂക്ക് C3 കളിച്ച് ഈ ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്യണം. കാൾസൺ ഇവിടെ ക്യൂവിനെ A4 കളിക്കുന്നു. ഇവിടെ നിഹാൽ ഒരു കിടിലൻ കോമ്പിനേഷൻ കളിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിഹാൽ എങ്ങനെയാണ് ഈ പൊസിഷനിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് എത്തിച്ചെടുക്കുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഒന്ന് കണ്ടു നോക്കിയാലോ. നിഹാൽ കളിക്കുന്ന മൂവ് റൂക്ക് ടേക്സ് F3. അപ്പോൾ ഈ ഒരു മൂവ് ഇവിടെ ഒരുപക്ഷെ കാൾസൺ മിസ് ചെയ്തിരുന്നു എന്ന് തൻ്റെ ലൈവ് സ്ട്രീമിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഒരു നൈറ്റ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചെടുത്തില്ലെങ്കിൽ വെറുതെ ഒരു മെറ്റീരിയൽ ഡിസഡ്വാൻറ്റേജ് ആവും. അതുകൊണ്ട് റൂക്കിനെ ഇവിടെ വെട്ടിയെടുത്തി. ഇത് കളിച്ചതോടെ ക്യൂൻ G5 ചെക്ക് വന്നു. ഒരു ചെക്കാണ്. കിങ് മാറി. ഇനി പതുക്കെ ക്യൂവിനെ F4 കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഐഡിയ എന്താണ്? ബിഷപ്പിനെ ഇവിടെ E5 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെക്ക് മേറ്റ് ത്രെഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെയധികം കെയർഫുൾ ആവണം ഇവിടെ കാൾസൺ. ഓൾമോസ്റ്റ് മേറ്റിംഗ് അറ്റാക്കിലേക്കാണ് ഇവിടെ നിഹാൽ ഇവിടെ കളിക്കുന്നത്. കിങ്ങിനെ ഇവിടെ G2 കളിക്കുന്നു. ഇനി റൂക്കൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പണി ചെയ്യാം. ഇപ്പോൾ ബിഷപ്പിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റൂക്ക് വെച്ചിട്ട് ഗാർഡ് ചെയ്യാന്നൊക്കെയാണ് ഇവിടെ കാൾസൻ്റെ ഐഡിയ. പക്ഷെ നിഹാൽ സർപ്രൈസിംഗ്ലി ഒരു ചെക്ക് കൊടുക്കണം. കിങ് മാറുന്നു. ക്യൂൻ തിരിച്ചു കളിക്കും. അപ്പോൾ കുറച്ച് റിപ്പീറ്റേറ്റീവ് മൂവ്സ് ഇവിടെ കളിക്കാൻ കാരണം കുറച്ച് സമയം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്ലിറ്റ്സ് ഗെയിം ആണെങ്കിലും ഒരു ഇൻക്രിമെൻ്റ് ഒക്കെ ഉള്ള ഒരു ടൈം കൺട്രോളാണ് ഇവിടെ. ഇവിടെ കിങ് G2 ശേഷം നിഹാൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് ഒരു എന്താണ് കളിക്കുന്നത്? ബിഷപ്പിനെ E5 കളിച്ചിട്ട് ഈ ഒരു ഡയഗണൽ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വെക്കണം. റൂക്കിനെ ഇവിടെ D1 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഇവിടെ മാറിക്കൊടുക്കണം. കാരണം ഇങ്ങനെ ഒരു ചെക്ക് വന്നു കഴിഞ്ഞാലും വേറെ രീതിയിലൊക്കെ ഓടിപ്പോവാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. റൂക്കിനെ C8 കളിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലൊക്കെ വന്നിട്ട് പിടിക്കാന്നുള്ള രീതിയിലാണ് റൂക്കിനെ C8 കളിക്കുന്നത്. ക്യൂൺ D7 കളിക്കുന്നു. അപ്പോൾ ത്രെട്ട് F7 എന്തെങ്കിലും പണി കൊടുക്കാനാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഈ ക്യൂൻ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ ഇവിടെ അറ്റാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ റൂക്കിനെ ഇവിടെ C2 കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നിഹാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ത്രെട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിഹാലിനൊരു ക്രേസി മൂവ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു പക്ഷേ ഒരു റാൻഡം മൂവ് ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ A4 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സൂപ്പർ മൂവ് ഉണ്ട് ഇവിടെ. ക്യൂൻ G3 ചെക്ക്. ഒരു മനോഹരമായ മൂവാണ്. കാരണം കിങ്ങിന് ക്യൂവിനെ എടുക്കാൻ പറ്റില്ല, ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട്. അത് മാത്രമല്ല പോൺ വെച്ച് ക്യൂവിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ റൂക്ക് ഇവിടെ ഉള്ളതുകൊണ്ട്.
അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാര്യം? ക്യൂൻ ഇൻറ്റു F2 മേറ്റ് ആണ്. ഇത് തന്നെ സംഭവിക്കും വേറെ എവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ക്യൂൻ H2 ചെക്ക് മേറ്റ് ആണ്. എന്താണ്? ക്യൂൻ H2 ഇവിടെ ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഈ 2 ലൈൻ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം എന്തായാലും വിന്നിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ A4 പോലത്തെ റാൻഡം മൂവ് ഒന്നും എന്തായാലും ഇവിടെ കാൾസിന് കളിക്കാൻ പറ്റില്ല. കാൾസണ് ഇവിടുത്തെ നിഹാലിൻ്റെ അറ്റാക്ക് ഒരു രീതിയിൽ ഇവിടെ തടുക്കാൻ പറ്റണില്ല എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതുകൊണ്ട് ഇവിടെ ക്യൂൻ E8 ചെക്ക് കളിച്ചു, കിങ് മാറുന്നു. അപ്പോൾ ഈ ഡിഫൻസ് ഇവിടുത്തെ ത്രെട്ട് എന്താണ്? ക്യൂൻ G3. അതുമാത്രമല്ല ഇങ്ങനത്തെ മെയ്റ്റ് ആണ്. അപ്പോൾ ഇതിനെതിരെ ഒരു കുറച്ച് മെറ്റീരിയൽ കൊടുത്തിട്ട് കളിയിലേക്ക് തിരിച്ചു വന്ന് ടൈം പ്രഷറിൽ നിഹാലിനെ ബ്ലണ്ടർ ചെയ്യിക്കുകയോ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാൾസൺ ഇവിടെ ഈ ഒരു ക്യൂൻ വെച്ച് പോണിനെ എടുക്കുന്നത്. ക്യൂൻ വെച്ച് തിരികെ എടുക്കുന്നു, കിങ് വെച്ച് ഇവിടെ തിരികെ എടുക്കുന്നു. അവസാനം F4 കളിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരു ടൈം പ്രഷറിലോട്ട് പോവുകയാണ്. അപ്പോൾ കാൾസൺ ഇവിടെ ഒരു പീസ് കുറവാണ്, ഒരു ബിഷപ്പ് കൂടുതലിവിടെ നിഹാലിനുണ്ട്. പക്ഷേ ഒരു ബ്ലിറ്റ്സ് ഗെയിമാണ്, കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും മാറാം. പക്ഷേ നിഹാലിനെ പോലെ ഒരു പ്ലെയർ ബ്ലിറ്റ്സിൽ വളരെ സ്ട്രോങ്ങും ആക്യുറേറ്റുമാണ്. പക്ഷേ കളിക്കുന്നത് കാൾസനുമാണ്. അപ്പോൾ രണ്ടുപേരും വളരെ സ്ട്രോങ് ആണ്. പോണിനെ F4 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ ബിഷപ്പ് എന്ത് ചെയ്യുന്നു? ബിഷപ്പ് വെച്ച് ഈ പോണിനെ എടുക്കുന്നു. അപ്പോൾ ഈ പോണിൻ്റെ പ്രൊട്ടക്ഷൻ പോയി, പക്ഷേ കുഴപ്പമൊന്നുമില്ല. റൂക്ക് വെച്ച് എടുക്കുന്നു. റൂക്ക് വെച്ച് ഈ ഒരു A2 പോണിനെ വെട്ടിയെടുക്കുന്നു. റൂക്കിനെ C4ലോട്ട് കളിക്കുന്നു. ഇനി ഇതുപോലത്തെ ചെക്കുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ത്രെട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ബിഷപ്പിനെ ഇവിടെ E3ലേക്ക് കളിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് ത്രെട്ടൻ ചെയ്യുന്നത്? റൂക്ക് ടേക്സ് F2 ഇവിടെ ചെക്കാണ്. അപ്പോൾ ഇപ്പോൾ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്? പിൻഡാണ്. കിങ് F3 കളിച്ചാൽ പിന്നങ്ങ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റൂക്കിൻ്റെ F2 കളിക്കാൻ പറ്റില്ല, ഈ ബിഷപ്പ് വെറുതെ പോകും. അപ്പോൾ അതെന്തായാലും നടക്കില്ല. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഇവിടെ C5ലേക്ക് കളിച്ചിട്ട് ഇനി ഇതേ ത്രെട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ കാൾസൺ പൊസിഷൻ വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ E5 കളിക്കണം. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഈ പോൺ വെച്ച് പോണിനെ വെട്ടാൻ പറ്റില്ല, കാരണം എന്താണ്? ഈ ബിഷപ്പ് ഇവിടെ പോകും. പക്ഷെ നിഹാൽ ഇതിനൊന്നും വീഴുന്നില്ല. നിഹാൽ എന്ത് ചെയ്യുന്നു? ആദ്യം റൂക്കിൻ്റെ F2 ചെക്ക് കളിക്കുന്നു, കിങ് മാറുന്നു. കിങ്ങിനെ E6 കളിച്ചിട്ട് ഈ പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ പോണുകളൊക്കെ ഇനി സംരക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോൺ വെച്ചെടുക്കുന്നു. റൂക്കിനെ ഇവിടെ F5ലോട്ട് കളിക്കുന്നു. അപ്പോൾ ഈ ബിഷപ്പിന് ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. ഇനി ധൈര്യമായിട്ട് ഈ ഒരു പോണിനെ നേടാവുന്നതാണ്. റൂക്കിനെ ഇവിടെ A4ലോട്ട് കളിക്കുന്നു. ബിഷപ്പ് വെച്ചെടുക്കുന്നു. കിങ് G2ലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഒരു ചെക്കാണ്. കിങ് G2ലേക്ക് പോകുന്നു. പോൺ A5 കളിച്ച് ഈ റൂക്ക് ആ ഒരു കർത്തവ്യങ്ങളും കാത്ത് ഇവിടെ ആ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂക്ക് E4 ചെക്ക്. റൂക്കിനെ ഇവിടെ E5ലോട്ട് കളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ ഈ പോൺ ഇവിടെ റോൾ ചെയ്യും, ഈസിലി നിഹാൽ ജയിക്കും. കാൾസൺ കൊടുക്കുന്നില്ല. കാൾസൺ ഇവിടെ റൂക്ക് H4 കളിക്കുന്നു. ബിഷപ്പ് B4 ആണ് കളിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് മൂവ് ആണ്. ഈ പോണിനെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ റൂക്ക് വെച്ച് പോണിനെ എടുക്കുന്നു. നിഹാൽ എന്തായാലും പോൺ പുഷ് ചെയ്ത് തുടങ്ങി. ഇനി ഈ പോണിനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാൾസിന്. റൂക്കിനെ ഇവിടെ B7ലോട്ട് കളിക്കുന്നു. ബിഷപ്പ് D6. റൂക്കിനെ ഇവിടെ A7 കളിച്ച് ഈ പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഇപ്പോൾ A3 കളിക്കുന്നു. ഇപ്പോൾ ഈ ബിഷപ്പ് ഇതിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കിങ് ഇവിടെ F3ലോട്ട് കളിക്കുന്നു. അപ്പോൾ ഇവിടെ നിഹാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടാക്ടിക് കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കിങ് വെച്ച് ഈ റൂക്കിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നിഹാലിന് ഒറ്റ മൂലം ഒരു ബ്രില്യൻ കോമ്പിനേഷൻ ഉണ്ട്, ഈ റൂക്ക് നേടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വെട്ടാൻ പറ്റില്ല. കിങ് G4. ഇനി അടുത്തത് റൂക്ക് G3 ചെക്കാണ്. അപ്പോൾ ഈ കിങ്ങിനെ ഇനി എവിടെയെങ്കിലും പോയേ പറ്റൂ. കിങ് അപ്പോൾ ഇവിടെ H4ലോട്ട് പോകുന്നു. ഇനി എങ്ങനെയാണ് നിഹാൽ ഇതൊരു ഫിനിഷ് ചെയ്യുന്നത്? ഇനി കുറച്ചധികം മൂവ്സ് കടന്നു. റൂക്ക് B3. കിങ് ഇവിടെ G5ലേക്ക് വന്നിട്ട് ഈ പോണിനെ അറ്റാക്ക് ചെയ്യണം. നിഹാൽ ഈ പോണിനെ വെട്ടുന്നു. കാൾസൺ തിരിച്ച് ഈ പോണിനെ വെട്ടുന്നു. റൂക്ക് ഇവിടെ G3 ചെക്ക്. കിങ് H5. കിങ് D5. അപ്പോൾ ഇത് ടൈം പ്രഷറിലാണ് രണ്ടുപേരും ഇവിടെ മൂവ്സ് കളിക്കണത്. കിങ് ഇവിടെ H4 കളിക്കുന്നു. റൂക്കിനെ ഇവിടെ C3ലേക്ക് കളിക്കുന്നു. കിങ് G4. ബിഷപ്പ് C5. ഇവിടെ കാൾസൺ കളിക്കുന്നത് കിങ് ഇവിടെ F5 ആണ്. ഇത് ടൈം പ്രഷറിലാണ് കളിച്ചത്. ടൈം പ്രഷറിൽ അറിയാതെ ഇവിടെ കിങ് F5 കളിച്ച് പ്രീമൂവ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ റൂക്ക് പോയി. അപ്പോൾ ഇവിടെ കാൾസിന് ഇവിടെ തോൽവി സമ്മതിക്കേണ്ടി വന്നു. നിഹാൽ ഒരു കിടിലൻ ഗെയിം ജയിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിഹാലിൻ്റെ ഈ തകർപ്പൻ ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.